പഹൽഗാമിലെ ഭീകരാക്രമണം കഴിഞ്ഞ് പൊടുന്നനെയായിരുന്നല്ലോ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും രാഷ്ട്രീയ തീരുമാനങ്ങൾ. ഇന്ന് RDX ചർച്ചയ്ക്ക് എടുക്കുന്നത് അതിർത്തിയിലേക്ക് പോകാൻ നിർബന്ധിതരായ ചില നിരപരാധികളുടെ നിർഭാഗ്യത്തെ പറ്റിയാണ്. അതിർത്തി തുറക്കാൻ കാത്തു നിൽക്കേണ്ടി വരുന്ന നിസ്സഹായരെ പറ്റിയാണ്. എല്ലാ സംഘർഷവും അതിലൊന്നും ഉൾപ്പെടാത്ത സാധാരണ മനുഷ്യർക്കും ദുഃഖവും വേദനയും തീരാത്ത പലായനങ്ങളും പിന്നെ കണ്ണീരും മാത്രമേ നൽകൂ. ആദ്യം കണ്ടുവരാം നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക്, അതിൻ്റെ ഡേറ്റാ ഷീറ്റിലേക്ക്. ഈ പാകിസ്ഥാനിൽ നിന്ന് ഇതുവരെ 1465 ഇന്ത്യക്കാരാണ് രാജ്യത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. ഇതിൽ 25% നയതന്ത്രജ്ഞരും 151 ദീർഘകാല വിസയുള്ള പാക് പൗരന്മാരുമാണ് ഉൾപ്പെടുന്നത്. മടങ്ങിപ്പോയവർ 55 നയതന്ത്രജ്ഞരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 786 പേരാണ് ഇതുവരെ പാകിസ്ഥാനിലേക്ക് മടങ്ങിയത്. ചികിത്സയ്ക്കെത്തിയ രോഗികളും തിരികെ പാകിസ്ഥാനിലേക്ക് മടങ്ങി. പാക് ഹിന്ദുക്കൾ പോകേണ്ടതില്ല. പാക് പൗരന്മാരായ ഹിന്ദുക്കളെ നാടുകടത്തലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ജോധ്പുരയിൽ 362 പാക് ഹിന്ദു യുവതികൾക്ക് അടിയന്തര വിസ അനുവദിച്ചു. ഇന്ത്യയിൽ വിവാഹം കഴിച്ചെത്തിയ പാക് മുസ്ലിം സ്ത്രീകൾക്ക് പക്ഷേ ഇത് ബാധകമല്ല. കശ്മീരികളെ വിവാഹം കഴിച്ച പാക് മുസ്ലിം സ്ത്രീകൾക്ക് മടങ്ങിപ്പോകാൻ നോട്ടീസ് കിട്ടി. ശൗര്യചക്ര മുദാസിർ ഷെയ്ഖിന്റെ അമ്മ ഷമീമ അക്തർ നാടുകടത്തൽ പട്ടികയിൽ ഇല്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. 2022 വീരമൃത്യു വരിച്ച കോൺസ്റ്റബിൾ മുദാസിറിന്റെ അമ്മ പട്ടികയിലുണ്ടെന്ന് PTI റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിർത്തിയിലേക്ക് ബസ്സിൽ കയറ്റി കൊണ്ടുപോയതിന് ശേഷം ഷമീമയെ തിരിച്ചെത്തിച്ചു എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. നടപടി നിർത്തിവെച്ചെന്ന് പോലീസ് അറിയിച്ചെന്ന് ഷമീമയുടെ മകൻ നാസിർ മക്സൂദ് പറഞ്ഞിട്ടുണ്ട്. 14 ദിവസം പ്രായമുള്ള കുഞ്ഞിനെയും അമ്മയെയും പാകിസ്ഥാനിലേക്ക് തിരിച്ചയക്കുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. തിരിച്ചുപോയത് 2017 മുതൽ കശ്മീരിൽ താമസിക്കുന്ന സാറാ ഖാനും 2 മക്കളുമാണ്. ഇന്ത്യൻ പൗരനായ ഭർത്താവ് ഔറംഗസീബിന് ഇവരോടൊപ്പം പോകാൻ കഴിഞ്ഞിട്ടില്ല. സാറ തിരികെ പോയത് 2026 ജൂലൈ വരെ ദീർഘകാല വിസ നിലനിൽക്കുകയാണ്. അതേസമയം നാടുകടത്തൽ തടഞ്ഞുള്ള ഇടപെടൽ കോടതി നടത്തിയിട്ടുണ്ട്. പാക് പൗരന്മാരെന്ന് ആരോപിച്ച് നാടുകടത്തൽ നോട്ടീസ് നൽകിയ 4 പൂഞ്ച് സ്വദേശികൾക്ക് ആശ്വാസം. 4 അംഗ കുടുംബത്തെ നാടുകടത്താനുള്ള നടപടി ജമ്മു കാശ്മീർ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇതിൽ ഇഫ്തഖർ അലി ഇന്ത്യൻ റിസർവ് പോലീസ് സേനയിലെ കോൺസ്റ്റബിളാണ്. 2014 മുതലുള്ള റവന്യൂ രേഖകളും ഇഫ്തഖറുടെ പോലീസ് സർവീസ് രേഖകളും കോടതി പരിഗണിച്ചു. അതേസമയം പാകിസ്ഥാൻ ഇവരെ സ്വീകരിക്കില്ല എന്ന നിലപാടും എടുത്തിട്ടുണ്ട്. ഗേറ്റ് അടച്ചു പാകിസ്ഥാൻ. ഇന്ത്യ തിരിച്ചയച്ചവരെ സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. ഇവരെ കയറ്റാതെ അതിർത്തി അടയ്ക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാനിൽ പ്രവേശിക്കാനാകാതെ നിരവധി പാക് പൗരന്മാർ വാഗ അതിർത്തിയിൽ കുടുങ്ങിയിട്ടുണ്ട്. അതിർത്തിയിൽ അനിശ്ചിത ജീവിതങ്ങളായി ഇവർ അവശേഷിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ പാക് അതിർത്തി വിടാൻ എത്തിയവരാണ് ഇവരെല്ലാം. ഇവരുടെ തിക്കും തിരക്കുമാണ് വാഗ അതിർത്തിയിൽ. സമയപരിധി അവസാനിച്ചു എന്ന ധാരണയിലെത്തിയവർ അതിർത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു. സന്ദർശനത്തിന് വന്നവരും ദീർഘകാലമായി ഇന്ത്യയിൽ താമസിച്ചവരും ഇവിടെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. ഇരു രാജ്യത്തും അല്ലാതെ ഭക്ഷണവും അവശ്യ സൗകര്യങ്ങളും ഇല്ലാതെ അനേകർ ദുരിതത്തിലായിട്ടുണ്ട്. അതേസമയം അട്ടാരി വാഗ ഇന്ത്യൻ അതിർത്തിയിലൂടെ തിരികെ പോകാൻ പാക് പൗരന്മാർക്ക് കൂടുതൽ സമയം ഇന്ത്യ അനുവദിച്ചു. ഇന്നലെ അട്ടാരി വാഗ ഇന്ത്യൻ അതിർത്തിയിൽ അടയ്ക്കുമെന്നായിരുന്നു മുൻ ഉത്തരവ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിബന്ധനകളോടെ ഇന്ത്യയിൽ തുടരാമെന്ന് പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ അതിർത്തി ഗേറ്റ് തുറക്കാൻ കാത്ത് വാഗ അട്ടാരിയിൽ കഴിയുന്നവർക്ക് ഇത് ആശ്വാസമാകും. കോഴിക്കോട്ടും ആശ്വാസമാണ്. കോഴിക്കോട് സ്വദേശികളായ പാക് പൗരത്വമുള്ളവർ രാജ്യം വിടണമെന്ന നോട്ടീസ് പിൻവലിച്ചിട്ടുണ്ട്. ഉന്നത നിർദ്ദേശത്തെ തുടർന്നാണ് കേരള പോലീസ് നോട്ടീസ് പിൻവലിച്ചത്. 3 പേർക്കാണ് നോട്ടീസ് കിട്ടിയത്. 3 പേരും ദീർഘകാല വിസയ്ക്ക് അപേക്ഷിച്ചിരുന്നു. കൊയിലാണ്ടി സ്വദേശി ഹംസ, വടകര സ്വദേശി ഖമറുന്നീസ, അസ്മ എന്നിവർക്ക് രാജ്യത്ത് തന്നെ തുടരാം. സനീഷ്, ഇപ്പോൾ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ 2 രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലിലേക്കൊക്കെ പോകുമ്പോഴൊക്കെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു സംശയവുമില്ലാതെ രാഷ്ട്രത്തിൻ്റെ നിലപാടിനൊപ്പം നമ്മൾ നിൽക്കുമ്പോഴും ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, ചില മനുഷ്യാവകാശ പ്രശ്നങ്ങളുണ്ട്. പൗരന്മാർ ഇതിനിടയിൽ ഞെരിയുന്നു, സാധാരണക്കാർ ഞെരിയുന്നു എന്ന അവസ്ഥ അല്ലേ? ഇന്ത്യ പാക് വിഭജന കാലത്ത് 10 ലക്ഷത്തോളം പേരാണ് കൊല്ലപ്പെട്ടത് അങ്ങോട്ടുള്ള യാത്രയിൽ. 1.5 കോടി ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടുമായിട്ട് 1.5 കോടി മനുഷ്യർ വാഹനങ്ങളില്ലാതെ നടന്നും മറ്റുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയ ദുരിതയാത്ര. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളെപ്പോലെയുള്ള സാധാരണമായ ജീവിതം ജീവിക്കുന്ന മനുഷ്യർ, ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ, അവരവരുടെ പണി കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നിറക്കി പിറ്റേന്ന് രാവിലെ അവരുടെ ജോലിക്ക് പോകുന്ന സാധാരണ മനുഷ്യർ, നമ്മളെപ്പോലുള്ള ആളുകൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് രാജ്യം വിട്ട് പോകേണ്ടി വരികയാണ്. അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോയാൽ എന്താ സംഭവം? അവരുടെ പൗരരല്ല നമ്മൾ, അപ്പോൾ അവർ തിരിച്ചയക്കും. ഇതെവിടെയും ഇല്ലാതെ ആളുകൾ നിൽക്കേണ്ടി വരും. ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ വിഭജനം കഴിഞ്ഞിട്ട് 73 വർഷമായതിനു ശേഷവും നമ്മളിൽ ചിലരെങ്കിലും ഇങ്ങനെയുള്ള ആദ്യം അനുഭവിക്കേണ്ടി വരുന്നു എന്ന് എത്രക്ക് സങ്കടകരമാണ്. ഇതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതുകൊണ്ടാണ് ഈ ഭീകരവാദികൾ മനുഷ്യവിരുദ്ധരാണ്. അവർക്കൊരു മതവുമില്ല, ഒരു മനുഷ്യത്വവും ഇല്ല എന്ന് നമ്മൾ പറയുന്നത്. കാരണം ഭീകരവാദികൾ ഇതിനെല്ലാം കാരണക്കാരായ ഭീകരവാദികൾ എവിടെയാണുള്ളത്? അവരെ പിടികൂടാനുമായിട്ടില്ല, അവർക്കൊരു ദോഷവും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ സാധാരണക്കാരായ മനുഷ്യർ, അതിസാധാരണക്കാരായ മനുഷ്യർ, അവർ ഒരു തരത്തിലും കക്ഷികളല്ലാത്ത ഈ ഭീകരാക്രമണത്തിന് ശേഷം ഇങ്ങനെ അവരവരുടെ സ്ഥലം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരികയാണ്. അങ്ങേയറ്റം ദുഃഖകരമാണ്.
തീർച്ചയായും ഈ ഭീകരരെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ സേനയ്ക്ക് കഴിയട്ടെ എന്ന് മാത്രം നമുക്ക് കരുതാം. കാരണം സ്ത്രീകളും കുട്ടികളും ഏറ്റവും ദുർബല വിഭാഗവുമാണ് ഈ നിലയ്ക്ക് കുടുങ്ങിപ്പോകുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം.